ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്ക് 1-ാം ക്ലാസ്സിലെ ഗണിത മിഠായി എന്ന വർക്ക് ബുക്കിലെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതെങ്ങനെയെന്ന് നോക്കാം. രണ്ടാമത്തെ പാഠമായ നടന്ന് നടന്ന് എന്നതിലെ പ്രവർത്തനമാണ് ഇന്ന് നോക്കുന്നത്. ഇതിൽ എന്താണ് കാണുന്നത്? ഇതിൽ പൂമ്പാറ്റച്ചിറകുകളും പൂവിതളുകളും കണ്ടില്ലേ? അവയ്ക്ക് നിറം നൽകൂ. അപ്പോൾ പൂമ്പാറ്റയുടെ ചിറകിന് ഒരു നിറം നൽകുക. അതിന് 4 ചിറകുകളുണ്ട്. പൂവിനോ എത്ര ഇതളുകളുണ്ട്? 7 ഇതളുകൾ. 7 ഇതളുകൾക്കും മറ്റൊരു നിറം നൽകുക. ഇനി ഇതേ സംഖ്യകൾ അപ്പുറത്തും എഴുതിയിട്ടുണ്ട് അല്ലേ? ഇനി പൂമ്പാറ്റയുടെ ചിറകിൻ്റെ എണ്ണം എത്രയാണോ അതേ സംഖ്യ അപ്പുറത്ത് എഴുതിയിട്ടുണ്ട്. അതിനും ഒരേ നിറം നൽകുക. പൂമ്പാറ്റ ചിറകുകൾക്കും ആ സംഖ്യയ്ക്കും ഒരേ നിറം നൽകുക. പിന്നീട് പൂവിൻ്റെ ഇതളിന് നൽകിയ അതേ നിറം തന്നെ പൂവിൻ്റെ ഇതളുകളുടെ എണ്ണവും നൽകിയിട്ടുണ്ട്. അതിനും നിറം നൽകുക. ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം എന്താണെന്ന് നോക്കാം. പ്രവർത്തനത്തിൻ്റെ പേര് തൊപ്പിക്കൂട്ടം. ഈ പ്രവർത്തനത്തിൽ 7ൻ്റെ വ്യാഖ്യാനമാണ് വരുന്നത്. ഇനി നമുക്ക് പ്രവർത്തനത്തിലേക്ക് പോകാം. തൊപ്പിക്കൂട്ടം. 7 തൊപ്പികൾ 2 കൈയിലുമായി എടുത്തു. തൊപ്പിക്കാരൻ യാത്രയായി. ഓരോ കൈയിലും എത്ര തൊപ്പികൾ വീതം ആകാം? വരച്ച് യോജിപ്പിക്കൂ. 2 കൈയിലും കൂടി ആകെ തൊപ്പികളുടെ എണ്ണം 7 ആണ്. ഇത് 2 കൈയിലുമായി പിടിച്ച പോലെയാണ് വരച്ചിരിക്കുന്നത്. ആദ്യത്തെ കളത്തിൽ 4 എണ്ണമാണുള്ളത്. ഇനി 4ൽ കൂടി എത്ര കൂട്ടിയാലാണ് 7 ആവുകയെന്ന് മറുഭാഗത്തെ തൊപ്പികൾ എണ്ണി കണ്ടെത്തുക. അത് യോജിപ്പിച്ച് വരയ്ക്കുകയും വേണേ. ഇനി താഴെയുള്ള പ്രവർത്തനം നോക്കാം. വരച്ച് യോജിപ്പിച്ചവ എഴുതി നോക്കൂ. അപ്പോൾ മുകളിൽ നമ്മൾ വരച്ച് യോജിപ്പിച്ചു. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ 4ൽ കൂടി 3 തൊപ്പികൾ കൂടി ചേർത്താലാണ് 7 വരിക. അപ്പോൾ 4ഉം 3ഉം എഴുതണം. വൃത്തത്തിനുള്ളിലാണ് 4ഉം 3ഉം എഴുതേണ്ടത്. അതിൻ്റെ ഉത്തരമായി 7 താഴെ തന്നിട്ടുണ്ട്. ഇതുപോലെ എല്ലാ പ്രവർത്തനങ്ങളും പൂർത്തിയാക്കുമല്ലോ. അടുത്ത പേജിൽ വരുന്നത് ഇതളുകൾ വരയ്ക്കാം എന്ന പ്രവർത്തനമാണ്. ചായത്തിൽ വിരൽ തുമ്പ് മുക്കി പൂവിൻ്റെ ഇതളുകളുടെ എണ്ണത്തിനനുസരിച്ച് പതിപ്പിക്കൂ. ഇതാണ് പ്രവർത്തനം. ആദ്യത്തെ പൂവ് നോക്കൂ. പൂവിനു നടുവിൽ 7 എന്ന സംഖ്യ എഴുതിയിട്ടുണ്ട്. പൂവിൻ്റെ ഇതളുകളുടെ എണ്ണം 7 തന്നെ. ഇനി അടുത്ത പൂവിൻ്റെ നമ്പർ 9 ആണ്. അപ്പോൾ നമ്മൾ 9 ഇതളുകൾ വരച്ചു ചേർക്കണം. അതുപോലെ മറ്റു 3 പ്രവർത്തനങ്ങളും ചെയ്യുമല്ലോ. എഴുതാം എന്ന ഈ പ്രവർത്തനത്തിൽ ഓരോ ചിത്രത്തിലും നിവർത്തിയ വിരലുകളുടെ എണ്ണം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓരോ ചിത്രത്തിലും നിവർത്തിയ വിരലുകളുടെ എണ്ണം എണ്ണി വൃത്തത്തിനുള്ളിൽ എഴുതൂ കൂട്ടുകാരെ. ഇനി അടുത്ത പ്രവർത്തനം എന്താണെന്ന് നോക്കാം. ഇവിടെ തോരണം ഉണ്ടാക്കാം എന്ന പ്രവർത്തനം കണ്ടില്ലേ? ഇതിൽ തോരണങ്ങളിൽ എല്ലാം മുകളിൽ എഴുതിയ എണ്ണത്തിനനുസരിച്ച് പൂക്കളുണ്ടോ? ഇല്ലല്ലേ. മുകളിൽ 9 എന്ന് എഴുതിയ തോരണത്തിൽ ആകെ എത്ര പൂക്കളാണ് അവിടെ ഉള്ളത്? 8. അതിലൂടെ ഒരു പൂവ് കൂടി വരച്ചാലല്ലേ 9 ആകൂ. അതുപോലെ തന്നെ 5, 7, 6, 8, 6, 7, 8, 9 എന്നീ സംഖ്യകൾ എഴുതിയ തോരണങ്ങളിലും പൂക്കൾ വരച്ചു ചേർക്കുമല്ലോ.
പൂക്കൾ വരച്ച് ചേർക്കുന്നതിന് മുന്നേ ചെയ്യാനുള്ള പ്രവർത്തനമാണ് ആദ്യത്തെ കളങ്ങളിൽ ചെയ്യേണ്ടത്. ഓരോ തോരണത്തിലും ഇപ്പോഴുള്ള പൂക്കൾ എത്രയാണ്? അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ഇപ്പോൾ അവിടെ എത്ര പൂക്കളാണോ തന്നിട്ടുള്ളത് അവയുടെ നമ്പർ എഴുതുകയാണ് വേണ്ടത്. ഇനി താഴെയുള്ള പ്രവർത്തനം നോക്കാം. എണ്ണത്തിനനുസരിച്ച് പൂക്കൾ വരച്ചു ചേർക്കൂ. ഇനി മുകളിൽ തന്നിട്ടുള്ള സംഖ്യകളുടെ അത്ര എണ്ണമാവാൻ എത്ര പൂക്കൾ വരച്ചു ചേർക്കണം അത്രയും വരച്ചു ചേർക്കുക. വരച്ചു ചേർത്ത പൂക്കളുടെ എണ്ണം മാത്രമാണ് നമ്മൾ താഴെ നൽകിയിട്ടുള്ള കളങ്ങളിൽ എഴുതേണ്ടത്. എല്ലാവരും ശരിയായി ചെയ്യാൻ ശ്രമിക്കണേ. ഈ വർക്ക്ഷീറ്റിൽ ഞാൻ ആര് എന്ന പ്രവർത്തനമാണ് തന്നിട്ടുള്ളത്. ഉത്തരം എഴുതൂ. ഉത്തരമായി വരുന്ന സംഖ്യാചിത്രത്തിന് നിറം കൊടുക്കൂ. അതിൽ ഒന്നാമത്തെ തന്നിട്ടുള്ളത് ഒന്നുകൾ എന്നിൽ രണ്ടുണ്ട്, നാലിൽ പാതിയും ഞാനല്ലോ, എങ്കിൽ പറയൂ ഞാൻ ആര് എന്നാണ് ചോദ്യം. ഇതിൽ പറയുന്നത് എന്താണ് കൂട്ടുകാരെ? ഒന്നുകൾ എന്നിൽ രണ്ടുണ്ട്, എന്നിൽ രണ്ടൊന്നുകളുണ്ട്. അതായത് രണ്ടൊന്നുകൾ ചേർന്നാൽ ഒന്നും ഒന്നും ചേർന്നാൽ രണ്ട്. പിന്നെ പറയുന്നത് എന്താ? നാലിൽ പാതിയും ഞാനല്ലോ. നാലിൻ്റെ പകുതി ആരാണ്? നാലിൻ്റെ പകുതി രണ്ട്. അപ്പോൾ ഉത്തരം ഏതാണ്? രണ്ട്. അപ്പോൾ ആ കളത്തിൽ എഴുതൂ രണ്ട്. ഇനി രണ്ട് എന്ന സംഖ്യാചിത്രത്തിന് നിറം നൽകൂ. ഇനി താഴെയുള്ള അടുത്ത പ്രവർത്തനം ഒന്ന് വായിച്ചു നോക്കാം. ഞാനാ വലുത് ഞാനാ വലുത്, രണ്ടും നാലും ഏഴും എട്ടും അടിപിടിയായി കലപിലയായി, നിങ്ങൾ പറയൂ ആരാ വലുത്? രണ്ടും നാലും ഏഴും എട്ടും അടിപിടിയാണ്. ഞാനാണ് വലുത് ഞാനാണ് വലുത് എന്ന് പറഞ്ഞിട്ട് ഇതിലേറ്റവും വലിയ സംഖ്യ ഏതാണ് എന്നാണ് ചോദ്യം. ഉത്തരം ഏതാണ് കൂട്ടുകാരെ? 8 അല്ലേ? 8 എന്ന ഉത്തരം ആ കളത്തിലെഴുതൂ. ഇനി 8 എന്ന സംഖ്യാചിത്രം കണ്ടെത്തി നിറം നൽകൂ. ഇനി മൂന്നാമത്തെ പ്രവർത്തനം നോക്കാം. പിന്നിലുണ്ടേ 3, മുന്നിലുണ്ടേ 5, നടുക്കിരിക്കും എന്നോട് പേര്, പറയൂ പറയൂ ചങ്ങാതി. എന്താണ് ചോദ്യം? പിന്നിലുണ്ടേ 3 പിന്നിലുണ്ട്. തൊട്ട് മുന്നിൽ ആരാ ഇനി വരിക? ഓർത്ത് നോക്കൂ. 3 കഴിഞ്ഞാൽ പിന്നെ മുന്നിലുണ്ടേ 5. ഈ ഒരു സംഖ്യയുടെ പിന്നിൽ 3ഉം മുന്നിൽ 5ഉമാണ്. അപ്പോൾ നടുവിലിരിക്കുന്നത് ആരാണ് എന്നാണ് കണ്ടെത്തേണ്ടത്. ഉത്തരം ഏതാണ്? 4 എന്നെഴുതു കൂട്ടുകാരെ. ഇനി 4 എന്ന സംഖ്യാചിത്രത്തിന് നിറവും നൽകൂ. ഇനി അടുത്തതൊന്ന് ചെയ്തു നോക്കാം. ഒന്നുകൂടി ചേർന്നപ്പോൾ ഞാൻ 6ആയി, ഒന്ന് പോയപ്പോൾ ഞാൻ 4ആയി, ആരാണ് ഞാനെന്ന് ചൊല്ലിടാമോ? ഈ സംഖ്യയിലൂടെ ഒന്നുകൂടി ചേർന്നപ്പോൾ 6ആയി. പക്ഷേ ആ സംഖ്യയിൽ നിന്ന് ഒന്ന് കുറഞ്ഞാലോ? 4ആകും. ഇത് ഏതാണ് സംഖ്യ എന്ന് പറയാമോ? അതെ, 5 അല്ലേ? 5ലൂടെ 1 ചേരുമ്പോൾ 6ആവും. 5ൽ നിന്ന് 1 പോയാൽ 4ആവും. അപ്പോൾ 4 എന്നെഴുതൂ അവിടെ. അതിനുശേഷം 4 എന്ന സംഖ്യാചിത്രത്തിന് ഭംഗിയായി നിറവും നൽകണേ. അടുത്ത പേജിൽ മണിച്ചട്ടം ഉണ്ടാക്കാം എന്ന പ്രവർത്തനമാണ് വരുന്നത്. അൻവിത മണിച്ചട്ടത്തിൽ മുത്തുകൾ വരച്ചു ചേർക്കുകയാണ്. ഓരോ കമ്പിയിലും 10 മുത്തുകൾ വീതം വ്യത്യസ്ത രീതിയിലാണ് വരച്ചത്. നിങ്ങളും വരച്ചു നോക്കൂ, എണ്ണം എഴുതൂ. ആദ്യത്തെ കള്ളിയിൽ മുത്തുകൾ ക്രമമായി വരച്ചു ചേർക്കണം.
അതിനപ്പുറത്തെ കള്ളിയിൽ സംഖ്യകളായി എഴുതുകയും വേണം. ആകെ മുത്തുകളുടെ എണ്ണം ഒരു വരിയിൽ 10 എണ്ണമേ പാടുള്ളൂ. ശ്രമിച്ചു നോക്കൂ. ഇനി താഴെ തന്നിട്ടുള്ള പ്രവർത്തനം നോക്കൂ. തുല്യമായവ ചേർത്ത് വരയ്ക്കൂ. സംഖ്യകൾ കൂട്ടി നോക്കുക. ഉത്തരം തുല്യമായവയ്ക്ക് ചേർത്ത് വരയ്ക്കുകയും വേണേ. എല്ലാ മിടുക്കരും വൃത്തിയായി വരച്ചു ചേർക്കണേ.